നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ISRO മുൻ ചെയർമാൻ കസ്തൂരിരംഗൻ ബാംഗ്ലൂരിൽ അന്തരിച്ചു. 85 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. 9 വർഷം ISRO ചെയർമാനായിരുന്നു. 2003 ഒക്ടോബർ 27 പദവിയിൽ നിന്നും വിരമിച്ചു. രാജ്യസഭാംഗം, ആസൂത്രണ കമ്മീഷൻ അംഗം, JNU വൈസ് ചാൻസലർ, രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ISROയിൽ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ആര്യഭട്ട, ഭാസ്കര എന്നിവയുടെ പ്രൊജക്ടും ഡയറക്ടറായിരുന്നു. പിന്നീട് വിദൂര സംവേദന ഉപഗ്രഹങ്ങളായി അതിന്റെ പ്രൊജക്ട് ഡയറക്ടറായി 1994 മാർച്ച് 31 ISRO ചെയർമാനായി സ്ഥാനമേറ്റ അദ്ദേഹം മേയിൽ 114 കിലോ ഭാരമുള്ള IRS ഉപഗ്രഹ വിക്ഷേപണത്തിന് സമർത്ഥമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. തുടർന്ന് രാജ്യത്തും വിദേശത്തും വിജയകരമായ ബഹിരാകാശ വിക്ഷേപണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓർമ്മയാകുന്നത്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയടക്കം രാജ്യാന്തര ദേശീയ തലത്തിൽ അനേകം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് കസ്തൂരിരംഗൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ വലിയ എതിർപ്പുണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്രകാരമാണ് കസ്തൂരിരംഗൻ ഈ ദൌത്യത്തിലെത്തിയത്. പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് ആദ്യ ദൌത്യ സംഘത്തിന് നേതൃത്വം നൽകിയതും പരിസ്ഥിതി ശാസ്ത്രജ്ഞ പ്രൊഫസറായ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. കേരളം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 5 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ആവാസ വ്യവസ്ഥയും അതിന്റെ ആദിമശുദ്ധിയിൽ സംരക്ഷിക്കണമെന്നാണ് ഗാഡ്ഗിൽ ശുപാർശ ചെയ്തത്. എന്നാൽ റിപ്പോർട്ട് പ്രാവർത്തികമാക്കിയാൽ വൻതോതിൽ കൃഷി, വ്യവസായ ഒഴിപ്പിക്കലുകൾ വേണ്ടിവരുമെന്ന ആശങ്കയുയർന്നു. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുയർന്നു. തുടർന്നാണ് കസ്തൂരിരംഗനെ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിന്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല ചാൻസലർ, കർണാടക നോളജ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, ഭാസ്കര 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. PSLV, GSLV വിക്ഷേപണങ്ങൾ പോലുള്ള പ്രധാന നാഴികക്കല്ലുകൾക്കും നേതൃത്വം നൽകി. കൊച്ചിയിൽ ചിറ്റൂർ റോഡിലെ സമൂഹത്ത് മഠത്തിൽ കൃഷ്ണസ്വാമിയുടെയും വിശാലലക്ഷ്മിയുടെയും മകനായി 1940 ഒക്ടോബർ 24 അദ്ദേഹം ജനിച്ചത്. ശാസ്ത്ര പഠനത്തിൽ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുണ്ടായിരുന്നു. 5ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു. പിന്നീട് പിതാവിന്റെ ജോലി സ്ഥലമായ മുംബൈയിലേക്ക് മാറി. ബോംബെ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ മാസ്റ്റർ ബിരുദം, എക്സ്പെരിമെന്റൽ ഹൈ എനർജി ആസ്ട്രോണമിയിൽ ഡോക്ടറേറ്റ് എന്നിവ നേടി. വിക്രം സാരാഭായ് അഹമ്മദാബാദിൽ സ്ഥാപിച്ച ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി ചെയ്യവെയായിരുന്നു ആ നേട്ടം. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ബാംഗ്ലൂരിലെ ജവഹർ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് എന്നിവയിൽ ഓണററി പ്രൊഫസർ, കർണാടക വിജ്ഞാന കമ്മീഷൻ അംഗം, ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ തുടങ്ങി അനേകം പദവികളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇൻസാറ്റ് 2, IRS 1A-1B ശാസ്ത്രീയ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ വികസനത്തിലും പങ്കാളിയായ അദ്ദേഹം ISRO സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടറായും അദ്ദേഹം ചുമതല ഏറ്റിട്ടുണ്ട്. നിരവധി സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലുകൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് രാജ്യം അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുമുണ്ട്. ഒരുപാട് ബഹുമതികളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പരിശീലനം കൊണ്ട് ഒരു ജ്യോതിശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്റെ ഗവേഷണ താൽപര്യങ്ങളിൽ ഉയർന്ന ഊർജ്ജമുള്ള എക്സ്റേ, ഗാമ റേ, ജ്യോതിശാസ്ത്രം എന്നിവ ഉൾപ്പെടുന്നു. കോസ്മിക് എക്സ്റേ സ്രോതസ്സുകൾ, ഖഗോള ഗാമകിരണങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹം ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് രാജ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പല മേഖലകളിലും പ്രവർത്തിച്ച് രാജ്യത്തിന് ഒരുപാട് സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഓർമ്മയാകുന്നത്.